ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഈ മാസം 3-ന് നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കുമെന്ന് NTA അറിയിച്ചു. തട്ടിപ്പ് CBI അന്വേഷിക്കും. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ മനീഷ് യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് തട്ടിപ്പിന്റെ തുടക്കം. പരീക്ഷ റദ്ദാക്കിയതോടെ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം. പുതിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. പരീക്ഷ എഴുതാൻ പുതിയ ഫീസ് അടക്കേണ്ടതില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 120 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ആരോപണം. ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണ്ടും പരീക്ഷ നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചത്. ചോദ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ വൻ തട്ടിപ്പെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേരളം, രാജസ്ഥാൻ, ഹരിയാന, ആന്ധ്ര, തെലങ്കാന അടക്കം സംസ്ഥാനങ്ങളിലേക്ക് ചോദ്യപേപ്പർ എത്തി. മാതൃകാ ചോദ്യക്കടലാസിലെ 140 ചോദ്യങ്ങളിൽ 135 കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങളിലായി യഥാർത്ഥ പരീക്ഷകളിൽ ഉൾപ്പെട്ടതായി അന്വേഷണം നടത്തുന്ന രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറിയിച്ചു. രാജസ്ഥാൻ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 9 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. കേരളത്തിൽ MBBS പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശി വഴി ചോദ്യം 2 ലക്ഷം രൂപ വരെ വാങ്ങി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ തേടി. BJP ചെയ്തത് കുറ്റകൃത്യമെന്നും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളും അധ്വാനവും ഇല്ലാതാക്കിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ചോദ്യങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചില്ല. പരീക്ഷ റദ്ദാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ NSUI, SFI സംഘടനകൾ പ്രതിഷേധിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് അവർ പന്താടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഹാരിസ് ബീരാൻ MP വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. 2024-ലും പരീക്ഷാ പേപ്പർ ചോർന്നതിനെ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടാവുകയും സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. മീഡിയ 1, ഡൽഹി.